സുരേഷേട്ടൻ കാശൊന്നും വാങ്ങാതെയാണ് പാമ്പിനെ പിടിക്കുന്നത്. ഈ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് പ്രേക്ഷകരുടെ ഒരു സംശയമായിരിക്കും. അങ്ങനെ കാശ് വല്ലതും നല്ല ചോദ്യം. ഞാൻ എനിക്ക് ചില ആൾക്കാർ എന്താ പറയുക, എനിക്ക് 25,000 രൂപ കിട്ടിയ സംഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ നമ്മളെ കോട്ടയത്തിനടുത്ത് പോലെ ഒരു പാമ്പിനെ മതിലൊക്കെ പൊളിച്ച് പിടികൂടി രാത്രി ഒരു 1 മണിയായിരുന്നു. അന്ന് പനത്താന്നിട്ട് ആറാട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ അപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ എനിക്ക് തരാണ്ട് 5 രൂപ 10 രൂപ ഇങ്ങനെ കളക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സിംഗപ്പൂരിലുള്ള അച്ഛൻ എന്ന് പറയും. പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞ് നിൽക്കും അവസരത്തിൽ നിങ്ങളാരും പൈസ പിരിക്കേണ്ട, ഞാൻ കൊടുക്കുന്നു. പുള്ളി എന്നെ പത്രക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ തന്നെ വിളിച്ചുകൊണ്ടിട്ട് വാറാട്ടിക്കാരെ ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചുകൊണ്ടിട്ട് 25,000 എൻ്റെ കയ്യിൽ തന്ന സംഭവം ഉണ്ടായിരുന്നു. അത് പത്രത്തിലൊക്കെ വാർത്ത വന്നത്. പിന്നെ ഞാൻ ചോദിക്കാമല്ലോ, പിന്നെ ചില സ്ഥലത്തിന് ഞാൻ ചോദിക്കാണ്. കാരണം ചിലപ്പോൾ എനിക്ക് വണ്ടിക്ക് പോകുന്നത് പെട്രോൾ അടിക്കാൻ പോലെ പൈസ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും വണ്ടിക്കുള്ള പൈസ കൊടുക്കണം, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ കൊടുക്കണം. നമ്മൾ പരമാവധി ഒരു 500,000 രൂപ തരാറുണ്ട്. ചില ആൾക്ക് അപൂർവം പേര്, ബാക്കിയുള്ളവർക്ക് ചിലർ ശരി ഓക്കെ GP ചെയ്തൊക്കെയാണെന്ന് പറയും. അങ്ങനെ GP ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. എന്നാലും പരാതിയൊന്നുമില്ല. ഞാൻ പലിശക്കെങ്കിലും എടുത്ത് മെയിൻറ്റെയിൻ ചെയ്തു. പലിശക്കെടുത്ത് ഇത്രയും നിങ്ങൾക്ക് അറിയില്ല, 39 വർഷമാണ് ഈ മേഖലയിൽ ഞാൻ ഉണ്ടായിരുന്നത്. ഈ 39 വർഷം കൊണ്ട് നിങ്ങൾ ഒന്നാലോചിക്കും, ഞാൻ 2-3 ലക്ഷം വീടുകളിൽ പോയിട്ടുണ്ട്. ഈ 2-3 ലക്ഷം വീട്ടിൽ പോയിട്ട് അപൂർവമായിട്ട് മാത്രം ആൾക്കാർക്ക് മാത്രമേ ഞാൻ പൈസ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി ആരും ചോദിച്ചല്ല. തന്നതും വളരെ കുറവ്. ഇന്നലെ ഞാൻ ഈ മെനിങ്ങാന്നൊരു സ്ഥലത്ത് നെടുമങ്ങാടപ്പുറം ബാണ്ടയ്ക്കപ്പുറം പോയപ്പോൾ എനിക്ക് അന്ന് 200 രൂപയാണ്. 200 ഇവിടെ നിന്ന് ഒരു ഓട്ടോ ബാണ്ട വരെ പോയിട്ട് വരണമെങ്കിൽ എങ്ങനെയാലും 800 രൂപ 900 200 രൂപയാണ് എനിക്ക് കിട്ടി. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചു. അവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് ആലങ്കോടേക്കാണ് പോകുന്നത്. ആലങ്കോട് ഒരു വീട്ടിൽ പോയി രാത്രി പാമ്പിനെയൊക്കെ നോക്കിയിട്ട് അവർക്ക് അന്ന് 500 രൂപയാണ്. ആലങ്കോട് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം ആലങ്കോട് കഴിഞ്ഞിട്ട് നമ്മൾ ചാത്തമ്പാറ വലത്തോട്ട് പോയി അവിടെ പോയിട്ട് എനിക്ക് 500 രൂപ. എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങി. വണ്ടിയുടെ പകുതി പോലും ആയിട്ടില്ല, വാങ്ങി. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് വണ്ടിയുടെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ചില ദിവസങ്ങളിൽ പച്ചവെള്ളം കുടിക്കാൻ പോലും പൈസ ഉണ്ടാകും. ചില ദിവസം ഒരു ഗോളുകൾ ഇഷ്ടം പോലെ പോകും. എല്ലാവരും ശരി സന്തോഷിച്ചു. ഒന്നിലും എൻ്റെ സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ശരി സന്തോഷം. അപ്പോൾ എനിക്ക് വണ്ടി കയറുമ്പോഴെങ്കിലും ഞാൻ ആലോചിക്കും. അപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ എന്നറിയാം, ആൾക്കാർ നമുക്ക് പൈസ തരാൻ. ഈ അടുത്ത ആൾക്കൊരു സംഭവമുണ്ട്. ഒരു അമ്മ പാമ്പിനെയൊക്കെ പിടിക്കാൻ ക്ഷീണിച്ചപ്പോൾ എനിക്ക് 2,000 രൂപ എടുത്തുകൊണ്ടു. അപ്പോൾ വേറെ ആൾ അവിടെ നിന്ന് കാണിക്കുന്നത് ഒന്ന് ആലോചിക്കണം. അവർ സന്തോഷത്തിൽ തരികയാണ്. അപ്പോൾ ആ അമ്മ പിന്നെ എന്ത് ചെയ്യുന്ന പറയാം, ആ 2,000 മാറ്റിയിട്ട് 500 രൂപ എന്നുള്ളതാണ് തന്നു എന്നുള്ളത്. ഇപ്പോൾ ആ 2,000 നമുക്ക് എന്താ പോയിരുന്നത്? എൻ്റെ കാര്യം മാത്രം പോട്ടെ. ഈ വെള്ളത്തിൽ വേറെ പാമ്പ് പിടിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. അവിടെയൊക്കെ വീട് സ്ഥിതി, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, 2 മക്കളുണ്ടാവും, 3 മക്കൾ. അപ്പോൾ ഇവരൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവർക്ക് വേറെ ഒരു സ്ഥലത്ത് ജോലിക്കാൻ ഇതിൻ്റെ പിറകെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കിട്ടി അവർക്കൊരു വരുമാനം, ഒരു അസറ്റ്, അവർക്ക് അവരുടെ വീട്ടിൻ്റെ കാര്യങ്ങളും ചെയ്തു പോകത്തില്ല. അപ്പോൾ വനംവകുപ്പ് പണയത്തിന് ഇപ്പോൾ വനംവകുപ്പിൻ്റെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ അവർക്ക് ശമ്പളമുണ്ട്. സർക്കാർ വണ്ടിയുണ്ട്. സർക്കാർ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ സർക്കാരാണ് പൈസ കൊടുക്കുന്നത്. എവരാരെയും പോക്കറ്റിൽ നിന്ന് എല്ലായിടത്തും അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സമീപം ഇതൊക്കെ മാറ്റി പൊളിച്ചടിക്കൊണ്ട് നമ്മുടെ സ്വന്തം വനം വകുപ്പിൻ്റെ കീഴിൽ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കണം. നമുക്ക് മാത്രമായിട്ടുള്ള ഒരു ആപ്പ് തയ്യാറാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ആൾക്കാർ, അതായത് വനം വകുപ്പിൻ്റെ ആൾക്കാർ, നമ്മൾ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കുമ്പോൾ നമ്മൾ ഒരാളുടെ പേരിലോ ഒരു വ്യക്തിയുടെ പേരിലോ ഒന്നും അല്ല അടയ്ക്കുന്നത്, നമ്മുടെ സർക്കാരിൻ്റെ പേരിലാണ് അടയ്ക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇത് വീണ്ടും വിനിയോഗപ്പെടുകയും ചെയ്യും. ഇനി വരുന്ന ആളുകളിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്തരമാർ നമ്മുടെ നാട്ടിൽ വീണ്ടും വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉത്തര കൊലക്കേസ് പോലെ കൊലക്കേസിൽ നടക്കും. ഇനി ഒരു സംശയമില്ല. ഇനി നടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പല വീട്ടിൻ്റെ വീടിൻ്റെ പറമ്പുകളിലും പല സ്ഥലത്ത് പാമ്പിനെ, സ്വന്തം അനിയത്തിൻ്റെ വീട്ടിൽ, വൈരാഗ്യമുള്ളതിൻ്റെ വീട്ടിലാണ് സ്വന്തം അനിയത്തിൻ്റെ വീട്ടിൽ പാമ്പിനെ കൊണ്ട് തുറന്നിട്ട് തൊട്ടടുത്ത വീട്ടിൻ്റെ മുറ്റത്തോണ്ട് തുറന്നു. വനം വകുപ്പിൽ നിന്ന് വരുന്ന ആക്ഷേപം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ഉയർത്തുന്ന വിമർശനം, ചേട്ടൻ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലല്ല പാമ്പിനെ പിടിക്കുന്നത്, സ്റ്റിക്കൊന്നും ഉപയോഗിക്കുന്നില്ല, കൈ കൊണ്ട് പിടിക്കുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ശാസ്ത്രീയത എന്നാൽ എന്താണ്? അതിൻ്റെ അർത്ഥം ഒന്ന് പറയുക. കൈ കൊണ്ട് എക്സ്പീരിയൻസ് ഇനിയൊന്നുണ്ട്. ഈ ശാസ്ത്രീയമായിട്ട് തേങ്ങ പറക്കാൻ പോയവർക്കാണോ 122 പേർക്ക് കടി കിട്ടിയത്, 2 പേർക്ക് രാജഗോപാല കടി കിട്ടിയത്? ഇതെന്തുകൊണ്ട് പറയുന്നില്ല? അവർ പറയൂല. ഇവർക്ക് ശാസ്ത്രീയമായിട്ട് ഒരു വലിയ ആഗോള തരത്തിൽ പിടിച്ചു ഇങ്ങനെ ഉണ്ടാക്കി ചാക്കിനകത്ത് കയറ്റിയ സ്ഥാനത്തിലാണ് 122 പേർക്ക് കടിയിട്ട് 2 പേർക്ക് രാജഗോപാല കടിയിട്ടത്. എവിടെയെങ്കിലും റിപ്പോർട്ടുണ്ടോ? ഇനി ഒന്നുകൂടി ഉണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയം എന്ന് പറഞ്ഞത്, ഒരു വ്യക്തിയുടെ കിറ്റ് 3000 സർക്കാരിൻ്റെ പൈസ എടുത്ത് 3000 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുക, 150 രൂപ പോലും കൊടുക്കാത്ത സാധനത്തിന് ഇപ്പം നമ്മളൊരു വീട്ടിലൊരു പാമ്പിനെ പിടിക്കാൻ പോകുന്നു, ഒരു ചാക്കിൽ പിടിച്ചുകൊണ്ട് കാട്ടിക്കൊണ്ട് തുറന്നിട്ട് ചാക്ക് തിരിച്ചുകൊണ്ടെന്നാൽ പോരെ? എന്തിനാ ഈ ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരാളിന് 3000 രൂപയുടെ കിറ്റ് വാങ്ങി സർക്കാരിൻ്റെ പൈസ എടുത്ത് ചുമ്മാ കൊടുക്കുന്നു? എന്താ ഇത് നട്ട് മുളയ്ക്കുന്ന സാധനമാണോ സർക്കാരിൻ്റെ പൈസ? അതൊക്കെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഒരു കിറ്റിന്, ഒരു വെൽഡിംഗ് ഷോപ്പിൽ പോയി പറഞ്ഞാൽ 50 രൂപ കൊടുത്ത കമ്പി വളച്ച് ഹൂക്കുണ്ടാക്കി തരും. ഒരു പരിചയമുള്ള തുണിക്കടയിൽ പോയി പറഞ്ഞാൽ നല്ല തുണി 100 150 രൂപ കൊടുത്താൽ ഒരു സഞ്ചി തച്ച് തരും. ഇതൊന്നുമല്ല, ഇതിന് 3000 രൂപയാണ് ഒരു കിറ്റിന്, ഒരു കിറ്റിൻ്റെ വില. ഈ പൈസ എന്താ ചുമ്മാ ഇവരൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുള്ള പൈസയാണ്? ഇത് വനം വകുപ്പിൻ്റെ പൈസയല്ലേ? സർക്കാർ വനം വകുപ്പിന് ഫണ്ടില്ല എന്ന് പറയും. അതിനിടയ്ക്കാണ് ഇങ്ങനത്തെ അഴിമതിയുടെ കാണിക്കുന്നത്. ഈ അഴിമതിയൊക്കെ വിജിലൻസ് അന്വേഷിക്കണം. ഫോറസ്റ്റ് വിജിലൻസ് അന്വേഷിക്കണം, ഉറപ്പായിട്ട് അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് ഈ വരുന്ന വീഡിയോസൊക്കെ ഈ ആപ്പിൽ പോകുന്നത്. ഇതിൻ്റെ ഇൻകം ആർക്കാണ് പോകുന്നത്? ഇതിൻ്റെ ഇൻകം സർക്കാരിനാണോ പോകുന്നത്? നമുക്ക് തന്നെ ചെയ്യണം. പാമ്പുകൾ, ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, പാമ്പുകൾ ഷെൽട്ടർ ചെയ്യണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.